യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടിവിയും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ്. സാൻഡോ മിഷൻ ക്വിസ്റ്റേമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. പാലക്കാട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി, കോയമ്പത്തൂർ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. കേരള സംസ്ഥാനത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന പള്ളികൾക്ക് പേരുകേട്ട തൃശൂർ ജില്ല. കേരള ക്രൈസ്തവ സഭയുടെ ശക്തമായ വിശ്വാസ ചൈതന്യത്തിന്റെ തെളിവാണ് 100-ലേറെ വർഷം പഴക്കം ചെന്ന തൃശൂർ രൂപത. പിന്നീട് 1995 മെയ് 18 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഈ രൂപതയെ അതിരൂപതയായി ഉയർത്തി. സമ്മാനോത്സവങ്ങളുടെ തുടർ കാഴ്ചയൊരുക്കി MSCയുടെ പ്രേക്ഷിത വാഹിനി ഇന്ന് എത്തിയിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ തൃശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ മുറ്റത്താണ്. 1906 വെറും 56 കുടുംബങ്ങൾ ചേർന്ന് ഗുരുവായൂർ ക്രൈസ്തവ സമൂഹം എന്ന പേര് രൂപം കൊണ്ട സമൂഹമാണ് ഇന്ന് 360ഓളം കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മനോഹരമായ ഇടവകയിലേക്ക് ഉയർന്നു വന്നത്. അപ്പോ പ്രേക്ഷിത വാഹിനിയിലേക്ക് ഇന്ന് വരാനിരിക്കുന്നത് 4 പാർട്ടിസിപ്പൻസ് ആണ്. 4 പാർട്ടിസിപ്പൻസിനെ വിളിച്ചാലോ? നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ 4 പാർട്ടിസിപ്പൻസിനെയും MSCയുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. നമ്മുടെ ഇന്നത്തെ ക്യൂസ് കോമ്പറ്റീഷൻ ആയിട്ട് 4 പാർട്ടിസിപ്പൻസും റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ 4 പേരെയും നമ്മുടെ ഓഡിയൻസിനൊന്ന് പരിചയപ്പെടുത്തണ്ടേ? വേണ്ടേ? വേണല്ലോ. എനിക്ക് പരിചയപ്പെടണം, നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? അപ്പൊ അതിനായിട്ട് 4 പേരുടെയും പേരും ഇടവകയും ചോദിച്ച് നമുക്ക് പരിചയപ്പെടാം. ഇവിടെ തുടങ്ങിക്കോ. എൻ്റെ പേര് ജുവൽ ജസ്റ്റിൻ. ഞാൻ വരുന്നത് ബ്രഹ്മകുളം ഇടവകയിൽ നിന്ന്. എൻ്റെ പേര് ഡെല്ല. ഞാൻ ഗുരുവായൂർ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് മനാസ് ജോർജ്. ഞാൻ ബ്രഹ്മകുളം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് എവിൻ പ്രിൻസൺ. ഞാൻ പുതുരുത്തി ഇടവകയിൽ നിന്ന് വരുന്നു. ഇപ്പൊ 4 പേരെയും പരിചയപ്പെട്ടു. ക്യൂസ് ആരംഭിക്കണം. പക്ഷെ അതിനു മുൻപ് നമ്മുടെ ഈ മനോഹരമായ ഈ ദിവസം ഈ അവസരം കുറച്ചുകൂടി മധുരമേറിയതാക്കാൻ ഒരാളെത്തുന്നുണ്ട്. വേണ്ടി ആശംസ അറിയിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി എത്തുന്നുണ്ട്. നമ്മുടെ MSCയുടെ പ്രേക്ഷിത വാഹിനിക്ക് തൃശൂർ അതിരൂപതയിലേക്ക് വഴികാട്ടി എല്ലാം ഒരുക്കി തന്ന സപ്പോർട്ടായിട്ട് നിന്ന ഒരച്ഛൻ. തൃശൂർ അതിരൂപതയിലെ ജൂനിയർ CLC, ഓൾട്ടർ ബോയ്സ്, തിരുബാലസഖ്യം എന്നീ 3 സംഘടനകളെയും ചേർത്ത് ഇണക്കുന്ന ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ ഡയറക്ടറും കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഫാദർ സിജോ മുരിങ്ങാത്തേരിയാണ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ MSCയുടെ ഈ പ്രേക്ഷിത വാഹിനിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം. തൃശ്ശൂർ അതിരൂപതയിൽ ഇന്ന് സാന്തോ മിഷൻ ക്രിസ്റ്റൈൻമെൻറ്റ് നടത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. MST കോൺഗ്രിഗേഷനും ഷാലോം ടെലിവിഷനും ഒന്നിച്ചേർന്ന് ഒരുക്കുന്ന ഈ ഒരു ക്രിസ്റ്റൈൻമെൻറ്റ് അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നേറട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. തൃശ്ശൂർ അതിരൂപത മൊത്തം ഏറെ സന്തോഷത്തിലാണെന്ന്. പ്രത്യേകിച്ചും ഈ 4 പേരെ തൃശ്ശൂർ അതിരൂപതയിൽ മിടുമിടുക്കരായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സയൻസ് ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ മികവുറ്റ രീതിയിലെ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തികളാണ്. പ്രത്യേക അഭിനന്ദനങ്ങളും ആശംസകളും ഏറെ സ്നേഹത്തോടു കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊള്ളുകയാണ്. ഈ ഒരു ക്രിസ്റ്റൈൻമെൻറ്റ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടക്കുവാനായിട്ട് ദൈവം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഭയെക്കുറിച്ചും
അതുപോലെ വിശുദ്ധരെക്കുറിച്ചുമൊക്കെ കൂടുതലായിട്ട് അറിയുവാനും പ്രത്യേകിച്ചും തോമസ് ലീഹായെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനൊക്കെ ആയിട്ട് ഈ ക്വിസ് കോമ്പറ്റീഷൻ കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇതിനായി അവസരമൊരുക്കി തന്ന ശാലോം ടെലിവിഷനും അതുപോലെ MST കോൺഗ്രിഗേഷനും ഏറെ സ്നേഹത്തോടുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അച്ഛൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഈ 4 കുട്ടികളും ചില്ലറക്കാരല്ല, ക്വിസിനൊക്കെ സമ്മാനം മേടിച്ച് നിൽക്കുന്നവരാണ് ഈ 4 പേരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കോമ്പറ്റീഷൻ അടിപൊളിയായിരിക്കും. പക്ഷെ അത് എങ്ങനെയായിരിക്കും, അടിപൊളി ആയിരിക്കോ ഇല്ലയോ എന്നറിയാൻ ഇതിൽ നിന്ന് ഒരാൾ നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറണ്ടേ? വേണോ? അപ്പോൾ അവർ പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞു ഗെയിം കളിക്കുകയാണ്. ആ ഗെയിമിൽ ആരാണോ വിജയിക്കുന്നത് ആ മത്സരാർത്ഥി ആയിരിക്കും ആദ്യം പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറാൻ പോകുന്നത്. കേരളത്തിലെ 13 രൂപതകളിലെ പിതാക്കന്മാരുടെ പേര് ഏറ്റവും കൂടുതൽ പറയുന്ന കുട്ടിയായിരിക്കും ആദ്യം നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. നിങ്ങൾക്ക് തരാൻ പോകുന്ന സമയം 5 സെക്കൻഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ തുടങ്ങിയാലോ? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മാർ ടോണി നിലങ്കാവിൽ, മാർ റാഫേൽ തട്ടിൽ, മാർ പോൾ ആലപ്പാട്ട്. നെക്സ്റ്റ്. മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ടോണി നീലങ്കാവിൽ, മാർ റാഫേൽ തട്ടേൽ, ജനുവാരിയോസ് പാലാത്തുരുത്തി, എഫ്രൈം നരിക്കുളം. നെക്സ്റ്റ്. മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ജേക്കബ് തൂങ്കുടി, മാർ റാഫേൽ തട്ടിൽ. സ്റ്റോപ്പ്. മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ടോണി നീലങ്കാവിൽ, മാർ റാഫേൽ തട്ടിൽ. ലെന, ആരാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്? അത് നമുക്ക് ഓഡിയൻസിനോട് തന്നെ ചോദിക്കാം. ആരാ ഏറ്റവും കൂടുതൽ പറഞ്ഞത്? ഡെല്ലയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഓഡിയൻസിന് എല്ലാവർക്കും മനസ്സിലായി. അടുത്തായിട്ട് നമ്മുടെ ഡെല്ലയാണ് MSTയുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. ഒന്ന് കൈയടിച്ച് എല്ലാവരും. ഗുരുവായൂർ ഇടവകയിലുള്ള എല്ലാവർക്കും പരിചിതമായിരിക്കും ഡെല്ല. എന്നാലും നമുക്ക് ഡെല്ലയെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടാനായിട്ട് ഡെല്ലയുടെ ഒരു പ്രൊഫൈൽ വീഡിയോ കണ്ടാലോ? അപ്പോൾ നമുക്ക് പ്രൊഫൈൽ വീഡിയോ കാണാം. എൻ്റെ പേര് ഡെല്ല റോസ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിലാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിലെ പപ്പ, അമ്മ, അനിയൻ എന്നിവരാണുള്ളത്. യാതൊന്നും ചോദിക്കാതിരിക്കുക, ഒന്നും നിഷേധിക്കാതിരിക്കുക എന്ന് പറഞ്ഞ വിശുദ്ധ അന്തോണീസാണ് ഞങ്ങളുടെ ഇടവക മധ്യസ്ഥൻ. വിശുദ്ധ കുർബാനയിലെ കഴിയാവുന്ന ദിവസങ്ങളിൽ പോകുവാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട്. വിശ്വാസ പരിശീലനത്തിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ ഈശോയുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഗുരുവായൂർ ഇടവകയിലുള്ളവർക്ക് മാത്രമല്ല, ഈ പ്രൊഫൈൽ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തന്നെ ഡെല്ലയെക്കുറിച്ച് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഡെല്ല, കോമ്പറ്റീഷന് റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ നല്ല കയ്യടി കൊടുത്ത് നമുക്ക് ഡെല്ലയെ പ്രേക്ഷിത വാഹിനിയിലേക്ക് ക്ഷണിക്കാം. ഡെല്ലയ്ക്ക് റൂൾസ് എല്ലാം അറിയാമോ? സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ നമുക്ക് റൂൾസ് എല്ലാം പറഞ്ഞു കൊടുത്താലോ? പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ഓഡിയൻസിനും റൂൾസ് ഒക്കെ അറിയണമെന്നുണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് 4 റൗണ്ടുകളാണ് ഉള്ളത്. ഈ 4 റൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. സഭാ ചരിത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ജെറുസലേം, തോമാസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള അഡ്ജൻഡസ് റൗണ്ട്, വിഷ്വൽ റൗണ്ടായ ജെറീക്കോ റൗണ്ട്, വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന മാർഗം റൗണ്ട്. ഈ 4 റൗണ്ടിൽ ഏത് റൗണ്ടാണ് ആദ്യം വേണ്ടതെന്ന് ഡെല്ലയ്ക്ക് ചൂസ് ചെയ്യാം. അതായത് ജെറിക്കോയാണ് ആദ്യം ഇഷ്ടമെങ്കിൽ ജെറിക്കോ, അഡ്ജൻഡസ്, ജെറുസലേം, അഥവാ മാർഗമാണ് ഇഷ്ടമെങ്കിൽ മാർഗം, ജെറിക്കോ, അങ്ങനെ ഏത് ഓർഡർ വേണമെന്നുള്ളത് ഡെല്ലയുടെ ചോയ്സാണ്. ഈ 4 റൗണ്ടിലായിട്ടും നമുക്ക് 6 ചോദ്യങ്ങളുണ്ടായിരിക്കും. ഈ 6 ചോദ്യങ്ങൾ കൂടാതെ ഇടവകയോ രൂപതയോ സംബന്ധിച്ചുള്ള ഒരു 7ാമത്തെ ചോദ്യവും ഉണ്ടായിരിക്കും. ഓരോ റൗണ്ടിന് ശേഷവും സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ഈ 7 ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞാൽ മാത്രമേ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റിനും ഗിഫ്റ്റ്സിനും ഒപ്പം മെമന്റോയും ലഭിക്കുക. ക്ലിയർ ആയില്ലേ? റൂൾസ് ഒക്കെ ഡെല്ലയ്ക്ക് മനസ്സിലായി. ഡെല്ലയ്ക്ക് സമ്മാനം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഓഡിയൻസിന് വല്ല സങ്കടം ഉണ്ടോ? ഇനി സങ്കടം ഉണ്ടെങ്കിലും നിങ്ങൾ ഓഡിയൻസിനും സമ്മാനം മേടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി 2 ക്വസ്റ്റ്യൻസ് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ ഹാപ്പി ആയില്ലേ? ഇപ്പൊ ഡെല്ലയ്ക്കും സമ്മാനം കിട്ടും, നിങ്ങൾ ഓഡിയൻസിനും സമ്മാനം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡെല്ലയുടെ കോമ്പറ്റീഷൻ നമുക്ക് ആരംഭിച്ചാലോ? തുടങ്ങിയാലോ?
ഈ 4 ഓപ്ഷനിൽ നിന്ന് ഏതാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്? ജെറുസലേം. സഭാചരിത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് ജെറുസലേം. മോളെ, ഈ റൗണ്ടിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ പോയാലോ, ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്: അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾ എന്നറിയപ്പെടുന്നത് ആര്? ചോദ്യം ആവർത്തിക്കാം. അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: മെത്രാന്മാർ, കർദിനാൾമാർ, പേട്രിയാർക്ക്, മാർപ്പാപ്പ. മെത്രാന്മാർ. ഭയങ്കര സന്തോഷത്തോടെ എടുത്ത് ചാടി പറഞ്ഞിരിക്കുകയാണ് മെത്രാന്മാർ എന്നുള്ളത്. ഡെല്ല പറഞ്ഞ ഉത്തരം ശരിയാണോ? ശരിയായിരിക്കും, നമ്മുടെ ഓഡിയൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യണം. ആൻസർ നോക്കാം. കറക്റ്റ് ആണ് ആൻസർ. ഇവിടെ ഓഡിയൻസ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ലിഖിത. അപ്പോൾ ഈ റൗണ്ട് ഇതോടുകൂടി അവസാനിക്കുന്നില്ല. ഒരു ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യത്തിനും കൂടി കറക്റ്റ് ആൻസർ പറഞ്ഞാലേ സമ്മാനം ഡെല്ലയ്ക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്: സഭാഭരണത്തിൽ മാർപ്പാപ്പയെ സഹായിക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുന്നത് ആര്? കർദിനാൾമാർ. കർദിനാൾമാർ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നോക്കാമോ? ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, കർദിനാൾമാർ. അപ്പോൾ ജെറുസലേം റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഡെല്ലയ്ക്ക് സമ്മാനം കൊടുക്കണ്ടേ? എല്ലാവരും ഡെല്ലയ്ക്ക് സമ്മാനം കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഡെല്ലയ്ക്ക് സമ്മാനം കൊടുത്താലോ ലിഖിത? ഇനി ബാക്കിയുള്ളത് 3 റൗണ്ടാണ്. അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? അഡ്ജൻഡസ്. തോമാസ് ലിഹായും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ട്: സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്നുള്ള ഓപ്ഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ അല്ലേ? ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? മിഷൻ. മിഷനാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. സഭ സ്വഭാവത്താലെ മിഷനറിയാണ് എന്ന് പ്രഖ്യാപിച്ച കൗൺസിൽ ഏത്? ഓപ്ഷൻസ്: ട്രെന്റ് കൗൺസിൽ, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ, നിക്യ കൗൺസിൽ, ഫ്ലോറൻസ് കൗൺസിൽ. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. ഒട്ടും വൈകിക്കേണ്ട. ആൻസർ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. ഈ റൗണ്ടിൽ ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ആ ചോദ്യത്തിലേക്ക് പോകാം. അഴീക്കോട് മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുശേഷിപ്പ് എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? ചോദ്യം ആവർത്തിക്കാം. അഴീക്കോട് മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുശേഷിപ്പ് എവിടെ നിന്നും കൊണ്ടുവന്നതാണ്? ഇറ്റലിയിലെ ഓർത്തോണയിൽ നിന്ന്. കറക്റ്റ് ആയിരിക്കോ? ഓപ്ഷൻസ് ഇല്ല. കറക്റ്റ് ആയിരിക്കോ? അവർക്ക് ഡൽഹിയിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാവരും തലയാട്ടിട്ടുണ്ട്. എന്തായാലും കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആൻസർ കറക്റ്റ് ആണ്, ഓർത്തോണ. അങ്ങനെ ഈ റൗണ്ടിൽ 2 ക്വസ്റ്റ്യൻസ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ റൗണ്ടിന് സമ്മാനം ഉണ്ടല്ലേ, അടിച്ചില്ലേ? നമ്മുടെ ഓഡിയൻസിനും സമ്മാനം കൊടുക്കണ്ടേ? അപ്പൊ അവർക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്താലോ അടുത്തത്? ചോദിച്ചോട്ടെ. ഓഡിയൻസ് എല്ലാവരും സമ്മാനം മേടിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: തൃശൂർ അതിരൂപതയുടെ പ്രഥമ മെത്രാൻ ആര്? ഒരു ചേട്ടൻ അവിടെ ആദ്യം കൈ പൊക്കിയിട്ടുണ്ട്. ചേട്ടൻ മുന്നോട്ട് ഓടി വരാമോ? പോരെ, ധൈര്യമായിട്ട് പോരെ, കൈയടിച്ചേ. ഫാദർ അഡോൾഫ് മെഡ്ലിക്കോട്ട് പിതാവ്. കറക്റ്റ് ആണോ? ചോദ്യം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. തൃശൂർ അതിരൂപതയുടെ പ്രഥമ മെത്രാൻ ആര്? മാർ ജോസഫ് കുണ്ടുകുളം. എന്തായാലും ആൻസർ മാർ ജോസഫ് കുണ്ടുകുളം. ആൻസർ കറക്റ്റ് ആണ്. ഒരു കാര്യം ചെയ്യാം,
ചേട്ടനാണ് ആദ്യം ഉത്തരം തെറ്റാണോ ശരിയാണോ നോക്കാതെ ആദ്യം ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന ചേട്ടൻ. അപ്പൊ ചേട്ടൻ തന്നെ ആ സമ്മാനം നമ്മുടെ ഈ ചേട്ടന് കൊടുത്തോ. റെഡി അല്ലേ? മൂന്നാമത്തെ റൗണ്ട് ആയിട്ട് ഡെല്ല ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? മാർഗം. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ മറിയം ത്രേസ്യ. ഡെല്ലയ്ക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം? അൽഫോൻസാമ. നമുക്ക് ചോദ്യം നോക്കാം. അൽഫോൻസായുടെ വിളിപ്പേര് ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അൽഫോൻസായുടെ വിളിപ്പേര്? അന്നക്കുട്ടി. അപ്പൊ ആൻസർ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആൻസർ കറക്റ്റ് ആണ്, അന്നൻകുട്ടി. അപ്പോൾ ഈ റൗണ്ടിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യത്തിനും ആൻസർ പറഞ്ഞിരിക്കുകയാണ്, കറക്റ്റ് ആയിട്ടുണ്ട്. സമ്മാനം വേണ്ടി സമ്മാനം ഞങ്ങൾ തരികയാണ്. ഡൽഹിയുടെ 3 റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഹാപ്പിയാണോ? ഓഡിയൻസ് ഹാപ്പിയാണോ? കുറച്ചുകൂടെ ഹാപ്പി ആവണോ? ആവണം. അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടോ? ഒരു ഉഷാറില്ലല്ലോ, ഒരു പരിപാടി കാണണ്ടേ? അപ്പോൾ ഒരു ഫോക്ക് ഡാൻസ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒല്ലൂര് വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ ഫെറോന ദേവാലയത്തിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് റസാലിന എയിൻ ബെന്നിയാണ്. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുമല്ലേ? സത്യനാഥൻ യേശുവിനെ ശക്തിയാൽ പ്രഘോഷിക്കാൻ രക്തസാക്ഷിയായവനെ വണങ്ങിടുന്നു വിശുദ്ധ സ്തെഫാനോസായില്ലേ. അവന്റെ കഥയെല്ലാം ചൊല്ലാം ഞാൻ നിങ്ങൾക്കായി. ിക്കനായി വന്നു നിന്ന് ആത്മാവിനെ തൊട്ടു നിന്ന് ഡിക്കനായി വന്നു നിന്ന് ആത്മാവിനെ തൊട്ട് സത്യം മാത്രം ചൊല്ലി നിന്ന് ജെറുസലേ നാട്ടിലവൻ വചന വിത്ത് വിതച്ചല്ലോ സ്തെഫാനോസ്. അന്ന് വചന വിത്ത് വിതച്ചല്ലോ സ്തെഫാനോസ്. എല്ലാരും സ്തോത്രം പാടണ നേരത്ത്, എല്ലാരും കൈകൾ കൂപ്പണ നേരത്ത് യേശുവിനായൊരു പാട്ടു പാടി നിന്നോരേ, ദൈവമഹത്വം ഏറ്റുപാടി വന്നോരേ. നിങ്ങളെല്ലാരും കണ്ടോ സ്നേഹ പുണ്യം നിറഞ്ഞോരടീക്കനെ, പുണ്യം നിറഞ്ഞോരടീക്കനെ. ഇതാ സ്വർഗം തുറന്നിരിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തുക. വചനങ്ങൾ കേട്ടപ്പോൾ ജനകൂട്ടം വന്നപ്പോൾ മനം പൊട്ടി, ശത്രുക്കൾ തൻ ചങ്കു പൊട്ടി. പലവട്ടം സംഘങ്ങൾ താക്കീത് നൽകിയിട്ടും സ്തെഫാനോസ് മാറില്ല വിശ്വാസത്താൽ, വിശ്വാസത്താൽ.
കള്ളസാക്ഷികൾ തൻ മുന്നിലായി കുറ്റം ചുമത്തി. കാരണം കാണുന്നു പുരോഹിതന്മാർ ഇല്ലായ്മ ചെയ്യണം ഇന്നു തന്നെ. കല്ലെറിഞ്ഞവനെ കൊന്നിടേണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നൊരാ മുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചു നിൽക്കും സ്തെഫാനോസിനെ ദൈവദൂഷകനെന്ന കുറ്റം ചുമത്തി. കല്ലെറിഞ്ഞു കൊന്നത് ആരറിഞ്ഞു? ചുടുരക്തം വീണപ്പോൾ ആർത്തു ചിരിച്ചു. മണിമേടയിൽ അധികാരികൾ ആഘോഷമാക്കി. ചുടുരക്തം വീണപ്പോൾ ആർത്തു ചിരിച്ചു. മണിമേടയിൽ അധികാരികൾ ആഘോഷമാക്കി. നന്മ നിറഞ്ഞവർ തിന്മ വെടിഞ്ഞവർ ഇന്നും പാടുന്നു. രക്തസാക്ഷിയായവന്റെ ചോരകഥ. നന്മ നിറഞ്ഞവർ തിന്മ വെടിഞ്ഞവർ ഇന്നും പാടുന്നു. സ്തെഫാനോസിന്റെ വീരകഥ. എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ്? ഇഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി നിൽക്കുന്നത് ഒരു റൗണ്ടും ജനറൽ ക്വസ്റ്റ്യനുമാണ്. അവസാനത്തെ ആ റൗണ്ടിലേക്ക് പോയാലോ? ബാക്കി നിൽക്കുന്നത് ജെറീക്കോ റൗണ്ടാണ്. വിഷ്വൽ റൗണ്ടാണ് ജെറീക്കോ റൗണ്ട്. ഈ റൗണ്ടിൽ നമ്മൾ ആദ്യം ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടാവും. ആ വീഡിയോൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. ആ വീഡിയോൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും ഡെല്ലയ്ക്കുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ആ ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് പാഡും പേനയും നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യമുള്ള പോയിന്റ്സ് എല്ലാം ഡെല്ലയ്ക്ക് എഴുതിയെടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടാലോ ഡെല്ല? സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മേഖലകൾ. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലായി സീറോ മലബാർ സഭയ്ക്ക് 18 രൂപതകളുണ്ട്. ഇവയിൽ 9 രൂപതകൾ പ്രവാസി അജപാലനവും പ്രേക്ഷിത പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകുന്നവയാണ്. അവ കർണാടകയിലെ ബൽത്തങ്ങാടി, ഭദ്രാവതി, മാണ്ഡ്യ, തമിഴ്നാട്ടിലുള്ള രാമനാഥപുരം, തക്കല, ഹൊസൂർ, മഹാരാഷ്ട്രയിലെ കല്യാൺ, ദില്ലി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫരീദാബാദ്, ഇന്ത്യയിൽ സീറോ മലബാർ രൂപതകളുടെ സാന്നിധ്യമില്ലാത്ത ഇടങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം ത്വരിതപ്പെടുത്തുവാൻ സ്ഥാപിതമായ ഷംഷാബാദ് എന്നിവയാണ്. പ്രേക്ഷിത പ്രവർത്തനം മുഖ്യ ലക്ഷ്യമായിട്ടുള്ള രൂപതകളാണ് പ്രേക്ഷിത രൂപതകൾ എന്നറിയപ്പെടുന്നത്. വീഡിയോ കണ്ടോ? എല്ലാം ആവശ്യമുള്ളതൊക്കെ എഴുതി വെച്ചോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: കർണാടക സംസ്ഥാനത്തിൽ പ്രേക്ഷിത പ്രവർത്തനവും അജപാലന ശുശ്രൂഷയും ഒന്നിച്ച് നിർവഹിക്കുന്ന സീറോ മലബാർ സഭയുടെ രൂപതകൾ എത്ര? അവ ഏതൊക്കെ? ബൽത്തങ്ങാടി, മാണ്ഡ്യ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കിട്ടും. എത്ര രൂപതകളുണ്ട്? എണ്ണം എത്ര ഉണ്ട് മൊത്തം? 3. അപ്പൊ 2 എണ്ണം പറഞ്ഞു, ഇനി 1 കൂടി ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഓഡിയൻസ് ഒരാളെ വിളിക്കുന്നോ? ഇതാ ഒരു ചേട്ടൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഭദ്രാവതി. ഭദ്രാവതി എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? കല്യാൺ ഉറപ്പിക്കുന്നോ അതോ ഭദ്രാവതി ഉറപ്പിക്കുന്നോ? ഭദ്രാവതി. ചേട്ടനിൽ വിശ്വാസം വെച്ചിട്ട് എല്ലാം ഭദ്രാവതി ചൂസ് ചെയ്തിരിക്കുകയാണ്. ആൻസർ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ ചേട്ടനും കൂടി ഒരു കയ്യടി കൊടുത്തേ. 3 രൂപതകളാണുള്ളത്: ബൽത്തങ്ങാടി, ഭദ്രാവതി, മാണ്ഡ്യ രൂപതകൾ. ചേട്ടൻ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ഈ സമ്മാനം ചേട്ടനെ കൊണ്ട് നമുക്ക് കൊടുപ്പിച്ചാലോ? അല്ലെ, അതിന്റെ ഒരു ശരി. അങ്ങനെ ചേട്ടൻ തന്നെ ഒരു ഗിഫ്റ്റ്
നമ്മുടെ ഡെല്ലയ്ക്ക് എടുത്ത് കൊടുക്കും. അങ്ങനെ 4 റൗണ്ടുകൾ കംപ്ലീറ്റ് ആയി ഭയങ്കര സന്തോഷത്തോടെ ഡെല്ല നിൽക്കുവാണ്. പക്ഷെ 7ാമതൊരു ചോദ്യമുണ്ട്. അതിനു മുൻപ് നമുക്ക് ഓഡിയൻസിനോട് ഒരു ചോദ്യം കൂടി ചോദിച്ചാലോ? ഓഡിയൻസ് എല്ലാവരും ക്വസ്റ്റ്യൻ കേൾക്കാൻ റെഡിയല്ലേ? എല്ലാവരും തലയാട്ടുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: തൃശൂർ വികാരിയത്ത് രൂപതയായി മാറിയത് എന്ന്. ആ ചേച്ചിയാണ് ആദ്യം കൈപ്പൊക്കിയത്. മുന്നോട്ട് പോരെ. ഡിസംബർ 21. ആൻസർ 1923 ഡിസംബർ 21. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ഡെല്ല, അപ്പോൾ ബാക്കി നിൽക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്. ചോദ്യത്തിലേക്ക് പോയാലോ? എന്നാണ് പാതുവായിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് ഗുരുവായൂർ പള്ളിയിൽ സ്ഥാപിച്ചത്? 1989. ഇതിനുള്ള ഉത്തരവും നമ്മുടെ എല്ലാം പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണോ നോക്കിയാലോ? 1989 കറക്റ്റ് ആൻസർ ആണ്. അങ്ങനെ 7 ചോദ്യങ്ങളും കറക്റ്റ് ആക്കി സമ്മാനവും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും മെമന്റോയുമായിട്ടാണ് ഡെല്ല മടങ്ങാൻ പോകുന്നത്. ആ സമ്മാനങ്ങളൊക്കെ ആയിട്ട് താഴേക്ക് പോരെ. അപ്പോൾ ഇത്രയും സമ്മാനങ്ങൾ വാങ്ങിച്ച് നമ്മുടെ ഡെല്ലയുടെ വീട്ടുകാരെ നമുക്ക് കാണണ്ടേ? അപ്പോൾ ഡെല്ലയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള പപ്പ, അമ്മ, പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, അവരും കൂടി ഇവിടെ നമ്മുടെ പ്രേക്ഷിത വാഹിനിയുടെ മുൻപിലേക്ക് ഡെല്ലയുടെ കൂടെ വരേണ്ടതാണ്. അങ്ങനെ MSTയുടെ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് ആദ്യത്തെ പാർട്ടിസിപ്പന്റ് പോയിരിക്കുന്നത് വെറും കൈയോടെയല്ല, നിറയെ സമ്മാനങ്ങളും മെമന്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റുമായിട്ടാണ്. ഇനി ബാക്കി നമുക്ക് 3 പാർട്ടിസിപ്പൻസ് കൂടെയുണ്ട്. അവരും ഇപ്പൊ തന്നെ വിളിക്കാണോ? ഇപ്പൊ തന്നെ വിളിക്കാനുള്ള സമയമില്ലല്ലോ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം ഓർത്തിരിക്കാം. ലൂക്ക 10:3, പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. തന്നെ തന്നെ എളിമപ്പെടുത്തി സകലവും വെടിഞ്ഞ് നമുക്കൊപ്പം ചേർന്ന നല്ല കുഞ്ഞാടാണ് ഈശോ. ലോകത്തിലെങ്കിലും ലോകത്തിൻ്റെത് അല്ലാത്തതുപോലെ നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ സുവിശേഷ പ്രഘോഷകരായി നമുക്ക് മാറാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. ദിസ് ഈസ് ലിഖിത പീറ്റർ ആൻഡ് ലെന ജോസഫ് സൈനിങ് ഓഫ്. താങ്ക് യു. പ്രേക്ഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ